കൊച്ചി നഗരം കേന്ദ്രീകരിച്ച് അവയവക്കടത്ത് മാഫിയ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും പല റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുള്ളതാണ്. ഈ ഒരു സംഭവങ്ങൾ, വിവാദങ്ങൾ ഉയരുമ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പരിശോധനയുണ്ടാകും. പക്ഷെ പിന്നീട് വീണ്ടും ഇതുപോലുള്ള അവയവക്കടത്ത് മാഫിയകളും അവയവദാന മാഫിയകളൊക്കെ സജീവമായി രംഗത്തിറങ്ങും. ഇത്തരമൊരു രഹസ്യ വിവരം പോലീസിന് ലഭിച്ചു. അതായത് ഈ അവയവദാനത്തിന് വ്യാജരേഖ ഉണ്ടാക്കുന്നുവെന്ന വിവരമായിരുന്നു. ഇതേ തുടർന്ന് കൊച്ചി നഗരത്തിൽ പോലീസ് വ്യാപകമായി റെയ്ഡ് നടത്തി. ഫോട്ടോസ്റ്റാറ്റ് കടകളിലടക്കമായിരുന്നു പരിശോധന. എറണാകുളം റൂറലിലെ 3 സ്റ്റേഷൻ പരിധിയിലെ സ്ഥാപനങ്ങളിലാണ് പോലീസിൻ്റെ പരിശോധന നടന്നത്. അവയവദാനം നടത്താൻ ആവശ്യമായ രേഖകൾ വ്യാജമായി ഉണ്ടാക്കിയെന്നാണ് വിവരം. ഈ പള്ളിക്കരയിൽ കുന്നത്തനാട് പോലീസിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ആജ്ഞ രവീന്ദ്രൻ ചേർന്നു വിവരങ്ങളുമായി. ആജ്ഞ, നമുക്കറിയാം, ഈ കൊച്ചി നഗരത്തിലെ ചില ആശുപത്രികളെ കേന്ദ്രീകരിച്ച് ഇത്തരം ഈ അവയവ കടത്ത് മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നിട്ടുള്ളത്. പക്ഷെ ഇതൊരു ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. അതായത് അതിനായി, ഈ അവയവദാനത്തിനായി വ്യാജരേഖ ഉണ്ടാക്കുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നു. കൊച്ചി നഗരത്തിലടക്കം, അല്ലെങ്കിൽ കൊച്ചി എറണാകുളം ജില്ലയിലടക്കം വിവിധ ഇടങ്ങളിൽ ഇതിനുവേണ്ടി പ്രത്യേക സംഘമുണ്ട്. പോലീസിൻ്റെ പരിശോധന എങ്ങനെയായിരുന്നു? എന്തെങ്കിലും വ്യക്തമായൊരു സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? പ്രധാനമായും എറണാകുളം റൂറൽ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ കുന്നത്തുനാട്, തടിയിട്ടപ്പറമ്പ്, അതുപോലെ അമ്പലമേട് പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലാണ് ഈ പരിശോധന ഇപ്പോൾ നടന്നു വരുന്നത്. വ്യാപകമായി പോലീസ് ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഫോട്ടോസ്റ്റാറ്റ് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഇത്തരം പരിശോധനകൾ ഉണ്ടാകുന്നത്. കാരണം ഇത്തരം വ്യാജരേഖകൾ ചമയ്ക്കുന്നത് കാസർഗോഡ് സ്വദേശി നജീബ് എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിലാണ്. അയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അയാളുടെ നേതൃത്വത്തിലാണ് ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. വ്യാജരേഖകൾ, അതായത് അവയവദാനവുമായി ബന്ധപ്പെട്ടുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനുള്ള വ്യാജരേഖകൾ ചമയ്ക്കുകയാണ് ഈ സംഘം ചെയ്തത്. പലയിടത്തും നമുക്ക് നേരത്തെ തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ചില സ്വകാര്യ ആശുപത്രികളിൽ ഇത്തരം അവയവദാനങ്ങൾ നടക്കുകയും ഈ അവയവദാതാവിന് ഈ ഓഫർ ചെയ്ത തുക ലഭിക്കാതെ വരികയും ചെയ്തു. പല ആളുകളോടും ചിലപ്പോൾ 20 ലക്ഷവും അല്ലെങ്കിൽ 8 ലക്ഷവും 10 ലക്ഷം രൂപയൊക്കെ ഓഫർ ചെയ്തിട്ടായിരിക്കും ഇവരിൽ നിന്നും അവയവം വാങ്ങി ശസ്ത്രക്രിയ നടത്തുന്നത്. ഈ സ്വീകർത്താവിൽ നിന്നും ഈ 50 ലക്ഷത്തിലധികം രൂപ വരെ വാങ്ങുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ദാതാവിന് ലഭിക്കുന്നത് ചിലപ്പോൾ അവർ പറയുന്നത് 8 ലക്ഷവും 10 ലക്ഷം രൂപയൊക്കെ ആണെങ്കിൽ ആ കിട്ടുന്ന തുകയിൽ നിന്നും പകുതിയിലധികം കാശ് ഏജന്റ് തട്ടിച്ച് എടുക്കുന്ന സാഹചര്യം കൂടിയുണ്ട് എന്നും അത്തരം റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിരവധി ആളുകളാണ്, ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകൾ ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്നുണ്ട്. അത് അവയവദാനവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ടുന്ന ചില നിയമവശങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഹെൽത്തി ആയിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ അവയവം ദാനം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അതിനൊരു ഡോക്ടർ സാക്ഷ്യപ്പെടുത്തണം. നിരവധി, ഇപ്പോൾ വൃക്കയായാലും മറ്റ് അവയവങ്ങളായാലും കരളായാലും അങ്ങനെ ജീവനോടെ ഇരിക്കുമ്പോൾ പകുത്തു നൽകേണ്ടി വരുന്ന അവയവങ്ങൾ നൽകാൻ ഈ ദാതാവ് ഹെൽത്തി ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അതിൻ്റെ പരിശോധനകൾ ഒരു ഡോക്ടർ സാക്ഷ്യപ്പെടുത്തണം. അതിനും ചില ഡോക്ടർമാരുടെ സീലുകളും അതല്ലെങ്കിൽ അവരുടെ ലെറ്റർ ഹെഡുകളും ഒക്കെ വ്യാജമായി ചമച്ചുണ്ടാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ MP-മാരുടെ MLA-മാരുടെ സജഷൻ ലെറ്ററുകൾ, ഇവരെ ഇത്തരത്തിലുള്ള ആളെ തനിക്കറിയാം, തനിക്ക് പരിചയമുള്ള ആളാണ് എന്ന തരത്തിലുള്ള ലെറ്ററുകൾ, അതിനുള്ള ലെറ്റർ പാടുകളും സീലുകളും ഒക്കെ വ്യാജമായി ഉണ്ടാക്കിയിരിക്കുന്നതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി രേഖകളാണ് ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് വേണ്ടുന്ന നിരവധി രേഖകൾ, അതിനായി വേണ്ടുന്ന നിരവധി രേഖകളാണ് ഇങ്ങനെ രേഖകൾ ചമയ്ക്കാനുള്ള സാധന സാമഗ്രികൾ ഉൾപ്പെടെയാണ് ഇത്തരത്തിലുള്ള ഫോട്ടോസ്റ്റാറ്റ് മെഷീനുകളുടെ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന ചില കേന്ദ്രങ്ങളുടെ മറവിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. അത്തരം പരിശോധനകളിൽ കണ്ടെത്തിയിട്ടുള്ളത് സ്റ്റുഡിയോ സംവിധാനങ്ങൾ, അതല്ലെങ്കിൽ ഇത്തരം ഫോട്ടോസ്റ്റാറ്റുകൾ എടുക്കുന്ന സംവിധാനങ്ങൾ, അങ്ങനെയുള്ള നിരവധി കടകളാണ് പോലീസ് റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ടാകുമല്ലോ. അത് ഏത് മേഖലകൾ കേന്ദ്രീകരിച്ചാണ്? അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ?
നിലവിൽ ടോം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നജീബ് എന്ന് പറയുന്ന ആളെയാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് നേരത്തെ വിവിധ MLA-മാർ, MP-മാർ, അവരുടെ ലെറ്റർ ഹെഡുകളും സീലുകളും, അതുപോലെ വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ കൃത്രിമ രേഖകൾ തുടങ്ങിയവയൊക്കെ ചമച്ചിട്ടാണ് ഇത്തരം ഇത് ഉണ്ടാക്കുന്നത്. അത് ഈ ടോം സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ഏജൻസിയും വലിയ മാഫിയയും ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. ഈ ഏജന്റുമാരാണ് കൂടുതലും അവയവദാനം നടത്തുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പണത്തിന്റെയും ഏറിയ പങ്കും കൈപ്പറ്റുന്നതും അത് തട്ടിപ്പിന് അവരെ ഇരയാക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നത് ഈ ഏജന്റുമാർ തന്നെയാണ്. ഈ 10 ലക്ഷം രൂപ ലഭിച്ചാൽ നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. 10 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപ നൽകി പറ്റിച്ച് അവയവം തട്ടിയെടുത്ത സംഭവങ്ങൾ, വൃക്ക തട്ടിയെടുത്ത സംഭവങ്ങളൊക്കെ നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് കൊച്ചിയിലെ ഒരു പ്രമുഖ ആശുപത്രിയിൽ അത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ആ സമയത്ത് പുറത്തു കൊണ്ടുവന്നതാണ്. പക്ഷേ ഒരു രീതിയിലേക്ക് തന്നെ, അല്ലെങ്കിൽ അത്തരം മാഫിയകളെ സഹായിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഈ പിടിക്കപ്പെടുന്ന സംഘങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അവയവം ദാനം ചെയ്യാൻ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന പല സ്ത്രീകളും തയ്യാറാകുന്നുണ്ട്. അവരെ ഇത്തരത്തിൽ അതല്ലെങ്കിൽ മറ്റു നൂലാമാലകളില്ലാതെ ഈ രേഖകളൊക്കെ ലഭ്യമാക്കുന്ന തരത്തിലേക്ക് തന്നെ അവരെ എത്തിക്കുക, അത് കുറച്ചുകൂടി എളുപ്പമാണ് ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ എന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇത്തരം വ്യാജരേഖകളാണ് ചമച്ചു നൽകുന്നത്. ഈ വ്യാജരേഖകളുടെ പരിശോധനകളാണ് പോലീസിന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിരവധി കേന്ദ്രങ്ങളാണ് ഇതിനകം റെയ്ഡ് ചെയ്തിട്ടുള്ളത്. അതിൽ 1-2 കടകൾ ഇതിനകം പൂട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ്. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.